യെസ്. അപ്പോൾ ആദ്യം നമുക്കൊരു വീഡിയോ കണ്ടു കളയാം. ആ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ കളി നടന്നപ്പോൾ കളി കാണാൻ വേണ്ടി വന്ന ഒരു പയ്യനെ പിടിച്ച് പോലീസ് ATS ചോദ്യം ചെയ്തു. അപ്പോൾ അത് സംബന്ധിച്ചിട്ടുള്ളൊരു വാർത്ത. അതായത് പിണറായി ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണം നടന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ കീഴിലുള്ള ATSൻ്റെ പോലീസുകാർ അല്ലെങ്കിൽ അതിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഒരു മുസ്ലിമായ ചെറുപ്പക്കാരന് അവൻ കഫിയ ധരിച്ചു എന്നതിൻ്റെ പേരിൽ അവനെ ചോദ്യം ചെയ്യുന്നു. അതിലെന്താ കുഴപ്പമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുക. എന്തായാലും ആ വാർത്തയാണ് നമുക്കിവിടെ നിന്ന് കേൾക്കാനുള്ളത്. ആ പയ്യൻ്റെ ചില പരാമർശങ്ങളും അതുപോലുള്ള കുറച്ച് കാര്യങ്ങളും അതൊന്ന് ആദ്യം ഒന്ന് കാണാം. അപ്പോൾ ഇതാണ് നമ്മളുടെ പയ്യൻ. അവൻ്റെ ചോദ്യം ഇതാണ്: മതവിശ്വാസിയാണോ എന്നൊക്കെ ATSകാർ ചോദിച്ചു. ഇതാണ് ചോദ്യം. എത്ര കാലം മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്, മതവിശ്വാസിയാണോ എന്നൊക്കെ ചോദിച്ചു എന്നുള്ളതാണ് വലിയ പരാതി. അപ്പോൾ എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടേക്കാം. ആ ചോദ്യം ചെയ്തതിൽ ഞങ്ങളടുത്ത് ചോദിച്ച്, നിങ്ങൾ മദ്രസയിൽ പോയിട്ടുണ്ടോ, എത്രത്തോളം മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്. ആദ്യം ചോദിച്ചത് ഞാൻ റിലീജിയസ് ആണോ എന്നുള്ള ഈ സംഘപരിവാർ ആളുകൾ ചോദിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് ATS ആദ്യം ചോദിച്ചത്. ISL കളിക്ക് നമ്മൾ വേറെ മാച്ച് കാണാൻ വേണ്ടി മാത്രം പോയപ്പോൾ കെഫിയ ധരിച്ചെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ഒരു 4 വരെ 5 മണിക്കൂറോളം കസ്റ്റഡിയിൽ എടുത്തിരുന്നത്. അപ്പം ഞങ്ങൾ ചോദിക്കുന്നുണ്ട് കെഫിയ ധരിച്ചുകൊണ്ടാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ തന്നെ അവർ പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള ഡ്രസ്സ് ഇടുമ്പോൾ സംശയപരമായിട്ട് തോന്നും, അതുകൊണ്ടാണ് കൊണ്ടുപോയെന്നാണ് പാലാരിവട്ടം സ്റ്റേഷൻ നമ്മുടെ അടുത്ത് പറഞ്ഞത്. ഇന്നലെ ATSന്ന് ഒരു ഓഫീസർ വിളിച്ചിരുന്നത്. അപ്പോൾ പുള്ളി വിളിച്ചിട്ട് പറഞ്ഞത് പുള്ളിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ് ഇത്തിരി തിരക്കുണ്ട്, ഹോസ്പിറ്റലും ഒരു സ്ഥലത്തൊക്കെ പോകേണ്ട ആവശ്യമുണ്ട്, അപ്പോൾ ഫ്രീ ആയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഓക്കെ പറഞ്ഞു. പക്ഷെ ഒരു ഉച്ചയായപ്പോൾ 2 ATSകാർ വീട്ടിലെത്തിയെന്ന് പറഞ്ഞിട്ട് ഉമ്മ എന്നെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഞാൻ എത്തുന്നതിൻ്റെ മുന്നേ ATSകാർ വീട്ടിൽ നിന്ന് പോയിരുന്നു. അപ്പോൾ ATS ഉമ്മാൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യങ്ങൾ പറഞ്ഞാൽ ആദ്യം ചോദിച്ചത് ഞാൻ റിലീജിയസ് ആണോ എന്നുള്ള ഈ സംഘപരിവാർ ആളുകൾ ചോദിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് ATS ആദ്യം ചോദിച്ചത്. ഞാൻ റിലീജിയസ് ആണോ. പിന്നെ ചോദിച്ചത് ഞാൻ വായിക്കുന്ന ബുക്സ് ഏതാണ്, എൻ്റെ ഇഷ്ടപ്പെട്ട താല്പര്യ ടോപ്പിക്സ് ഏതാണ്, വീട്ടിൽ ആരെങ്കിലും വരാറുണ്ടോ, എവിടെയാണ് പോകുന്നത്, ഞാൻ വീട്ടിൽ പൊളിറ്റിക്സ് സംസാരിക്കാറുണ്ടോ. പിന്നെ പറഞ്ഞത് ഈ പാലസ്തീന് വേണ്ടി അങ്ങനെ സമരം ചെയ്തിട്ടൊന്നും കാര്യമില്ല. അപ്പം മൊത്തത്തിൽ ഡിസ്കറേജ് ചെയ്യുന്ന രീതിയിലും അതേസമയം വീട്ടുകാരൊന്ന് ഭയപ്പെടുത്താന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇന്നലെ ATSകാർ വന്നത്. അവർ പോയതിന് ശേഷം എന്നെ വിളിക്കുകയുണ്ടായി, പിന്നെ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നീട് അവർ തന്നെ പിന്നീട് പറഞ്ഞു പിന്നെ നമുക്ക് വേറൊരു ദിവസം കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഞങ്ങൾ ഫ്രണ്ട്സ് ഓഫ് പാലസ്തീൻ ഒരു കളക്റ്റീവ് ഉണ്ട്. അപ്പോൾ ആ കളക്റ്റീവ് കഴിഞ്ഞ കൊല്ലം കറക്റ്റ് November 12 തൊട്ട് എറണാകുളത്തും ബാക്കി ജില്ലകളിലെല്ലാം നടത്തി വരുന്ന പാലസ്തീൻ അനുകൂല സമരങ്ങളുടെ പ്രതിഷേധത്തിന് അടിച്ചമർത്താനുള്ള ഉദ്ദേശത്തോടെയാണ് കേരള സർക്കാർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ മാത്രം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമല്ല, വേറെ അംഗങ്ങളുടെ നാട്ടിലും ജോലി സ്ഥലങ്ങളിലെല്ലാം ഇതുപോലെ സ്പെഷ്യൽ ബ്രാഞ്ച് എല്ലാം വരുന്നുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഒരു ATSൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടാകുന്നത്. അപ്പം മലയാള മനോരമൻ്റെ ഹോർത്തസ് എന്നുള്ള പരിപാടിയിൽ നമ്മൾ കൊക്കക്കോള ഫ്രീ ആയിട്ട് ആ സ്ഥലത്ത് വിതരണം ചെയ്തപ്പോൾ നമ്മൾ അതിൻ്റെ എതിരെ നമ്മളൊരു പ്രതിഷേധം നടത്തിയിരുന്നു. അന്ന് അതിൽ പങ്കെടുത്ത ആളുകളെയൊക്കെ പോലീസ് നല്ല രീതിയിൽ വരട്ടെയും സ്റ്റേഷനിൽ കോഴിക്കോട് കുന്നമംഗലം പോലീസ് സ്റ്റേഷനിലെല്ലാം വിളിച്ചു വരുത്തുകയും നല്ല രീതിയിലൊക്കെ ഭീഷണിപ്പെടുത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ കൂടിയാണ്. അതുകൂടാണ്ട് ISL കളിക്ക് നമ്മൾ വേറെ മാച്ച് കാണാൻ വേണ്ടി മാത്രം പോയപ്പോൾ കെഫിയ ധരിച്ചെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ഒരു 4 വരെ 5 മണിക്കൂറോളം കസ്റ്റഡിയിൽ എടുത്തിരുന്നത്. അപ്പോൾ ഈ നവംബർ മാസം തൊട്ട് നമ്മൾ നല്ല രീതിയിലുള്ള ഒരു സ്റ്റേറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള റിപ്രഷൻ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. 5ഓളം ആളുകൾ ഈ മാസം മാത്രം നേരിട്ടിട്ടുണ്ട്. അതിന് മുന്നേ എല്ലാ ആളുകളൊക്കെ ഫോൺ വിളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കേസൊന്നും എടുത്തിട്ടില്ല, നമ്മൾ പ്രിവെൻറ്റീവ് കസ്റ്റഡിയിൽ എന്നാണ് പറഞ്ഞത്. പക്ഷെ ചില ന്യൂസ് ചാനലുകളെല്ലാം പറഞ്ഞത് നമ്മളിതിൽ കേസ് എടുത്തെന്നും ഞങ്ങളെ പാലസ്തീൻ കൊടി കൊണ്ടാണ് നമ്മളെ പിടിച്ചെന്നാണ് പറഞ്ഞത്. പക്ഷെ എന്നാൽ ഞങ്ങൾ കളി കാണാൻ വേണ്ടി മാത്രം പോവുകയും ടിക്കറ്റും ഉൾപ്പെടെ കയ്യിലുണ്ടായിരുന്നു. ജസ്റ്റ് ക്യൂവിൽ നിൽക്കുമ്പോഴാണ് നമ്മളെ പിടിച്ചുകൊണ്ട് ചെയ്തത്. കാരണം അവർക്കൊരു വ്യക്തമായിട്ടൊരു കാരണമില്ല. അപ്പം ഞങ്ങൾ ചോദിക്കുന്നുണ്ട് കെഫിയ ധരിച്ചുകൊണ്ടാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ തന്നെ അവർ പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള ഡ്രസ്സ് ഇടുമ്പോൾ സംശയപരമായിട്ട് തോന്നും, അതുകൊണ്ടാണ് കൊണ്ടുപോയെന്നാണ് പാലാരിവട്ടം സ്റ്റേഷൻ നമ്മുടെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ 5 മണിക്കൂറോളം നിർത്തി മാറി മാറിയും ചോദ്യം ചെയ്ത്. ആ ചോദ്യം ചെയ്തതിൽ ഞങ്ങളടുത്ത് ചോദിച്ച് നിങ്ങൾ മദ്രസയിൽ പോയിട്ടുണ്ടോ, എത്രത്തോളം മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്, പല ജില്ലയിലുള്ള ആളുകൾ എങ്ങനെയാണ് ഒരു സ്ഥലത്ത് വരുന്നത്. അപ്പോൾ കളി കാണാൻ എറണാകുളംകാർക്ക് വേണ്ടി മാത്രമല്ലല്ലോ ISL നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പല ജില്ലയിലുള്ള ആളുകളാണ് ഞങ്ങൾ 4 പേരും പല ജില്ലയിലുള്ള ആളുകളല്ല. ഒരാൾ മലപ്പുറത്ത് താമസിക്കുന്ന എന്നാൽ തന്നെ എറണാകുളം ജോലി എടുക്കുന്ന ആളാണ്. അപ്പോൾ അയാൾ എന്തിനാണ് ഇവിടെ വന്നതെന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് പാലാരിവട്ടം സ്റ്റേഷനിൽ ചോദിച്ചത്. ATS ഇപ്പോൾ കേരള ATS
ആം, ആ, ഈ വർഷം തന്നെ വന്നൊരു വാർത്തയാണ് ATS ഇസ്രായേലിൽ നിന്നുള്ള ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ടെന്ന്. അതായത് 1,20,00,000 രൂപ സർക്കാർ മുടക്കിയിട്ട് മേടിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് എന്തായിരുന്നു ATS ഉപയോഗിക്കുന്നത്. അപ്പോൾ കേരള സർക്കാർ പറയുന്നുണ്ട് പാലസ്തീനോടൊപ്പമാണെന്നുള്ള അനുകൂല നിലപാടെന്നാണ് പറയുന്നത്. എന്നാൽ തന്നെ എൻ്റെ വീട്ടിൽ ATSനെ അയക്കുമ്പോൾ എന്ത് സന്ദേശമാണ് അതിലൂടെ കേരള സർക്കാർ അയക്കുന്നത്? ഫലസ്തീൻ അനുകൂല പരിപാടികൾ, തീവ്രവാദ പരിപാടികൾ എന്ന അർത്ഥമാണ് അതിലൂടെ വരുന്നത്. അപ്പൊ കേരള സർക്കാരിന് ഈ പൊള്ളത്തരം അല്ലെങ്കിൽ അവരുടെ ഈ വിഷയത്തിലുള്ള നിലപാട് അവർ വ്യക്തമാക്കണം. ഇതിൽ ഒരു കാര്യം ഞാൻ ആഡ് ചെയ്യാം. അതായത് ലോകത്ത് ഇതുവരെ ഇസ്ലാം എന്ന് പറയുന്ന ഒരു തീവ്രമായ ഒരു കൾട്ട് ലൈക്ക് ഒരു പേപ്പട്ടി മതത്തെക്കുറിച്ചാണ് നമ്മൾ പറയാറുണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ വളരെ സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു തരം രീതി അത് ആ മതത്തിനുണ്ട് നമ്മൾ പറയണം. ഇന്നിപ്പോൾ അതിൻ്റെ ഒരു ഓഫ് ഷൂട്ട് എന്നുള്ള രീതിയിൽ ഇപ്പോൾ നമ്മൾ വഹാബിസം എന്നൊക്കെ പറയുന്നത് പോലെ ഇന്നൊരു പുതിയൊരു സാധനം കൂടി വന്നിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ അത് ഈ പാലസ്തീൻ അനുകൂല മതം എന്ന് പറയുന്ന ഒരു രീതിയിലൊരു സാധനം. എന്ന് വെച്ചാൽ നിങ്ങൾ പാലസ്തീൻ അനുകൂലമാണെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ എല്ലാ സഹകരണവും ഉണ്ടാവും. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റില്ല, ഓണം ആഘോഷിക്കാൻ പറ്റില്ല. അതല്ലെങ്കിൽ അങ്ങനെ അത് പറയുന്ന അതിനെ എതിർക്കുന്ന ആളുകൾ മുഴുവൻ സംഘികളായി മാറും. അങ്ങനെയുള്ള രീതിയിൽ പോകുന്നു. ഇവർ പറയുന്ന രീതിയിൽ ഇവർ പ്രക്ഷോഭം നടത്താൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ സമ്മതിച്ചോളണം. ഇതിനെ ആരും എതിർക്കാൻ പാടില്ല. ഇവരെന്ത് പോക്കിരിത്തരം കാണിച്ചാലും ഇത് സമ്മതിച്ചോളണം. ഇത് ആഗോളതലത്തിൽ ഇന്നിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയയിൽ ക്രിസ്മസ് ആഘോഷമൊക്കെ മതി, നമ്മൾ പറഞ്ഞിട്ട് ഇനി നിങ്ങൾ ആഘോഷിച്ചാൽ മതി എന്ന് വരെ പറയുന്ന രീതിയിലാണ് ഇവരുടെ രീതി. അപ്പോൾ ഇവിടെ ഇപ്പോൾ ATS അവർ ചോദിച്ചു, അത് എന്താണ് കേരളം ഭരിക്കുന്നത് സംഘിയല്ലല്ലോ, യോഗിയല്ലല്ലോ, എന്നിട്ടും ഇത് ചോദിക്കുന്നു എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ചോദിക്കുന്ന 1-2 കാര്യങ്ങളുണ്ട്. ഈ നാഷണൽ സെക്യൂരിറ്റി എന്ന് പറയുന്ന വിഷയം അത് സംഘികളുടെ മാത്രം ബാധ്യതയാണോ? അല്ലല്ലോ, അതെല്ലാവരുടെയും ബാധ്യതയാണ്. അത് ആ ബാധ്യത ഏറ്റെടുക്കാത്തതിൻ്റെ പേരിൽ വലിയ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കേരളം അതിനൊക്കെ സാക്ഷിയായിട്ടുള്ളൊരു സംസ്ഥാനമാണ്. ഏറ്റവും കൂടുതൽ ISIS റിക്രൂട്ട്മെൻറ്റ്സ് നടന്നിട്ടുള്ളൊരു സംസ്ഥാനം അത് ഇന്ത്യയിൽ മൊത്തം നമ്മൾ എടുത്ത് നോക്കി കഴിയുമ്പോൾ അതിൽ 1-ാം നമ്പർ അത് കേരളത്തിൽ നിന്നാണ്. ഒരൊറ്റ റിക്രൂട്ട്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ ആളുകളെ കൊണ്ടുപോയിട്ടുള്ളതിൻ്റെ നമ്പർ എടുത്താൽ പോലും അതും കേരളമാണ്. അബ്ദുൾ റഷീദ് അബ്ദുള്ള എന്നൊക്കെ പറയുന്ന നമ്മളുടെ പേര് കേട്ട ജിഹാദികളായിട്ടുള്ള റളിയല്ലാഹു അൻഹു, അതെ, അങ്ങനെ ഉള്ള ആളുകൾ ഒരൊറ്റ ഇൻടേക്കിലൊക്കെ കൊണ്ടുവരിക്കുന്നത് 16 പേര് 21 പേരൊക്കെയാണ്. ഇതാണ് ഇവിടുന്ന് ഉണ്ടായിട്ടുള്ള റെക്കോർഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇത് ചെയ്തു വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ ഈ കഫിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മളുടെ പാലസ്തീൻ അനുകൂലം ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് 1-2 ചില ഐറ്റംസൊക്കെ പൊക്കി കാണിക്കാറുണ്ട്. അതിലൊന്ന് നമ്മളെ തണ്ണിമത്തങ്ങയാണ്. പിന്നെ ഒരെണ്ണം ഈ മറ്റേ ചെക്ക് ഉള്ള സാധനം, ആ ഒരു തുണി തലയിലിടുന്ന സാധനം, നമ്മളുടെ യാസർ അറാഫത്ത് തലയിൽ കിട്ടുന്ന സാധനം, ആ സാധനം ആ കോണം പോലെ ഇരിക്കുന്ന ഒരു സാധനം, അതാണ് കഫിയ എന്ന് പറയുന്നത്. അതും പൊക്കി കാണിക്കുക എന്നുള്ളതാണ്. നമ്മളതിനെക്കുറിച്ചൊരു സാധനമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അത് ധരിച്ചു എന്നതിൻ്റെ പേരിലോ അല്ലെങ്കിൽ അതൊന്നുമല്ല, ഇവിടെ നല്ല വ്യവസ്ഥാപിതമായൊരു സംവിധാനം തന്നെയുണ്ട് ഇത്തരം കാര്യങ്ങളെ മോണിറ്റർ ചെയ്യുന്നതിനും ഒക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ആ രീതിയിൽ ATS പറന്ന് ഇവരുടെ വീട്ടിലേക്ക് വരുന്നു, അന്വേഷിക്കുന്നു, കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എന്തിനാണ്, ഞാൻ മദ്രസയെ പഠിച്ചുകൊണ്ടാണോ, ഞാൻ ഈ സാധനം കൈവച്ചുകൊണ്ടാണോ എന്നൊക്കെയുള്ള നിഷ്കളങ്കമായ ചോദ്യമാണ്. ഇവിടെ ഒരു കാര്യം എനിക്ക് തറപ്പിച്ച് പറയാനുള്ളത്, മുസ്ലിങ്ങളുടെ ജീവിതം എങ്ങനെയാണ് കുഴപ്പത്തിലാക്കി. ഈ പറയുന്ന പയ്യൻ കുഴപ്പക്കാരനാണോ അല്ലയോ എന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ളൊരു മുസ്ലിം, നിങ്ങളുടെ കൂട്ടുകാരനാകാം, നിങ്ങളുടെ അയൽവാസിയാകാം, നിങ്ങളുടെ അനിയനോ ചേട്ടനോ ബാപ്പയോ ആരും ആകാം, അമ്മാവനാകാം, ആരും ആകാം, മാമയാകാം, ആര് തന്നെ ആയാലും ഈ പറയുന്ന മുസ്ലിമായിട്ടുള്ള വ്യക്തി ഒരു തീവ്രവാദിയാണോ അല്ലയോ എന്ന് കണ്ടെത്താനും അത് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുമുള്ള ഒരു വഴിയും ഇന്നില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ആകാനുള്ള സാധ്യത കൂടിക്കൂടി വരുന്നു എന്നുള്ളതുമാണ് ഇവിടുത്തെ പ്രശ്നം. ഞാൻ ക്ലിയർ ആയിട്ടൊന്നുകൂടി പറയുകയാണ്. അതായത് നിങ്ങളുടെ പരിചയത്തിലുള്ളൊരു മുസ്ലിം, അത് ബന്ധുവാകാം, സുഹൃത്താവാം, ആരും ആകാം, അങ്ങനെയുള്ളൊരു മുസ്ലിമായൊരു വ്യക്തി ഒരു തീവ്രവാദിയാണോ അല്ലയോ എന്ന് സംശയിക്കത്തക്കതായിട്ടുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് നമ്മൾ പറയുന്നത്. ഇതാണ് പണ്ടും പറഞ്ഞിട്ടുള്ളതാണ്, ഇതും ഇപ്പോൾ വീണ്ടും ആവർത്തിക്കുകയാണ്. ഇപ്പോൾ ഈ പയ്യൻ്റെ അവസ്ഥ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവൻ അറിയില്ല ഇവൻ എന്താ ചെയ്തതെന്നുള്ളത്. അവൻ ചോദിക്കുന്നതൊക്കെ നിങ്ങൾ കേട്ടു. പക്ഷേ ഇവനെയും തേടി വന്നിരിക്കുകയാണ്. എന്താ കാരണം? ചില സിഗ്നൽസ്, ചില സൈൻസ് ആൻഡ് സിംറ്റംസ് കാണിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ അന്വേഷണം നേരിടുന്നു. ഈ ചുമതലയുള്ള ആളുകളാണ് വന്ന് അന്വേഷിക്കുന്നത്, അല്ലാതെ വഴി കൂടെ പോകുന്ന ഏതെങ്കിലും സംഖ്യ പിടിച്ചിട്ടൊന്നുമല്ല ചോദിച്ചത്. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെയാണ് ചോദിക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള റീസൺസ് ഉണ്ട് എന്ന് വരുമ്പോൾ അന്വേഷിക്കേണ്ടി വരുന്നു. അപ്പോൾ നമ്മൾ ചോദിക്കുന്നു, ഇതുപോലെ ഇനി ഈ പയ്യൻ ഇതിൽ നിഷ്കളങ്കനാണെങ്കിൽ തന്നെ ആ പയ്യനെയും ഇതിലേക്ക് സംശയത്തിന് മുന്നിലേക്ക് കൊണ്ടെത്തിക്കുന്നതിൽ വഴിവെച്ചത് ആരാണ്?
അതിൽ വലിയ പങ്ക്, അല്ലെങ്കിൽ അതിൽ ഒരേ ഒരു പങ്ക് എന്ന് പറയുന്നത് ഇവിടുത്തെ തീവ്രവാദം അതിൽ ഏറ്റെടുത്ത് നടക്കുന്ന ഇവിടുത്തെ മുസ്ലിങ്ങളായിട്ടുള്ള തീവ്രവാദികളാണ്. അവരാണ് ബാക്കിയുള്ള മുസ്ലിങ്ങളെയും കൂടി ഇതിനകത്തേക്ക് കുഴപ്പത്തിൽ ചാടിക്കുന്നത്. രണ്ട്, അവർ കൊണ്ടു നടക്കുന്ന സാധനങ്ങളെ ഇൻഡിറക്ട്ലി സപ്പോർട്ട് ചെയ്യുന്നവരാക്കി ഇതുപോലെ കുറേ ആളുകൾ കൊണ്ടു നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ പറഞ്ഞില്ലെങ്കിലും പിന്നെ ഇവർ കൊണ്ടു നടക്കുന്ന ആളുകളായിട്ട് മാറി. ഈ കഫിയൊക്കെ അങ്ങനെയല്ലേ വരുന്നത്. കഫിയ എന്നൊക്കെ പറയുന്ന സാധനം നമ്മുടെ നാട്ടിൽ തണ്ണിമത്തനും ഒക്കെ വലിയൊരു റെസിസ്റ്റൻസിൻ്റെ ഒരു സിമ്പലായിട്ട് വരികയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അതിൻ്റെ ചരിത്രം അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ അത് ഇൻതിഫാദ എന്ന് പറയുന്ന ഒരു സാധനത്തെ സിഗ്നിഫൈ ചെയ്യുന്നു. അത് തീവ്രവാദത്തെ തന്നെയാണ് സിഗ്നിഫൈ ചെയ്യുന്നത്. അത് ആൻറ്റി സെമിറ്റിസം എന്ന് പറയുന്ന ഒരു വിഷയത്തെയാണ് അത് പ്രതിനിധാനം ചെയ്യുന്നത് നിലവിൽ. അങ്ങനെ ലോകം വിലയിരുത്തി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ പിന്നാലെ പോകുമ്പോൾ അതൊന്നും മനസ്സിലാക്കാൻ തയ്യാറാകാത്ത, ഇത് പാലസ്തീനിയൻ ജനതയുടെ എന്തോ വിമോചനം എന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുമ്പോൾ കറങ്ങിത്തിരിഞ്ഞ് നിങ്ങൾ എത്തിച്ചേരുന്നത് ഈ തീവ്രവാദ കൂട്ടത്തിലാണ്, അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നിലയിലേക്കാണെന്ന് വരുമ്പോൾ അവിടെയാണ് നമ്മളിത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ജസീമിലേക്ക് പോവാം. അതായത് ഇവിടെ ഈ പറയുന്നൊരു വിഷയം പറയുമ്പോൾ സാധാരണ വിശ്വാസികൾക്ക് മനസ്സിലാവാറില്ല ഈ കാര്യങ്ങൾ. നമ്മൾ പറയുമ്പോൾ മുസ്ലിം വിരുദ്ധതയാണെന്നാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുക. നിങ്ങൾ എന്തു തന്നെ പറഞ്ഞാലും ഇങ്ങനെയാണ് നിങ്ങളുടെ ഓരോ വീട്ടിലേക്ക് ATSകാർ പറന്ന് വരുന്ന അവസ്ഥ, അല്ലെങ്കിൽ NIAക്കാർ പറന്ന് വരുന്ന അവസ്ഥ അത് ഇവിടെ ഉണ്ടായി വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ തിരിച്ചറിയാൻ ശ്രമിക്കുക എന്താണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള വസ്തുത. ഈ പറയുന്ന യഥാർത്ഥത്തിൽ ഈ യഹിയ സിൻവറിനൊക്കെ വേണ്ടി മയ്യത്ത് നിസ്കരിക്കുന്ന ആളുകളായിട്ടും ഇപ്പോൾ ഈ പോസ്റ്റിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ പോലും വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ എന്തൊക്കെയാണ് എഴുതി പിടിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്നുള്ളത്. അതാണ് ഇതിൽ ഏറ്റവും വലിയ തമാശ. അത് നിങ്ങൾക്ക് കാണാം അവിടെ ജസ്റ്റ് ഫോർ ഹൊറർ. ഇതിനകത്ത് ടോപ്പ് കമൻറ്റ്സ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. അൻവർ പറഞ്ഞത് സത്യമായി ഒരെണ്ണമാണ്. രണ്ടെണ്ണം, മാർട്ടിൻ എവിടെ പഠിച്ചെന്ന് ഒരു പോലീസും അന്വേഷിച്ചില്ല. ഇനി ഞാൻ തെറി എവിടെയെങ്കിലും എഴുതി ഞാൻ അത് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ സൂസുവമായി വന്ന് പറയും ഞാൻ തെറി വിളിച്ചു എന്ന്. അതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല കേട്ടോ, ഞാൻ ഇപ്പോൾ മാന്യനാണ്. അതാണ് ഇപ്പോഴത്തെ പുതിയൊരു തീരുമാനം. അതാണ്. അയ്യോ സൂസു കേട്ടോ, സോറി അറിയാതെ പറഞ്ഞാണ്. ഇനി അടുത്തത്, ഇങ്ങനെ പോയാൽ പിണറായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാന മുഖ്യമന്ത്രി, ഇടത് അനുഭാവി, ഇങ്ങനെ പോവാണ്. എന്ന് വെച്ചാൽ ഈ ചെയ്തതെന്തോ നമ്മളുടെ ബോംബ് പൊട്ടിച്ച മാർട്ടിനെ ഇതിനകത്തേക്ക് വെച്ച് കമ്പയർ ചെയ്യുന്നു. പിന്നെ അതുകൂടാതെ ട്രെയിനിന് കല്ലെറിഞ്ഞ കൂട്ടത്തിൽ ഇവിടെ ഒരു ക്രിസ്ത്യൻ പയ്യനെ പിടിച്ചു, അപ്പോൾ ആരും ഒന്നും നിലവിളിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വലിയ കമ്പാരിസൺ വെച്ചിട്ട് കരച്ചിൽ, എരവാദമാണ്. ഇതാണ് നമ്മൾ ഇന്നത്തെ ഒരു തുടക്കത്തിലുള്ളൊരു വിഷയം. ജസീം, 2 വാക്കുകൾ. അതെ. അപ്പോൾ എനിക്ക് അധികം ഒന്നും പറയാനില്ല. ഈ പയ്യൻ പറഞ്ഞത് ഒരു കാര്യം ശരിയാണ്. ഇവനെ പിടിക്കാൻ കാരണം അവൻ മുസ്ലിം ആയതുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ക്രിസ്ത്യാനിയോ ഹിന്ദു ആയിരുന്നെങ്കിൽ അവനോട് ഈ ചോദ്യം ഒന്നും ചോദിക്കില്ല. അതെന്താണെന്ന് മുസ്ലിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക. അതാണ് സത്യം. അവന് ഹിന്ദു ക്രിസ്ത്യാനിയോ ആണെങ്കിൽ അവനോട് ഈ ചോദ്യങ്ങളൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം അതാണ് ഇന്നത്തെ പൊതുബോധം. നമ്മൾ ഈ തീവ്രവാദവുമായി ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും നിങ്ങൾ ഒരാളെ ഇപ്പോൾ ട്രെയിനിന് കല്ലെറിഞ്ഞ് മറ്റേ ആ പയ്യനെ പിടിച്ചപ്പോൾ അവനോട് നീ ഏത് മദ്രസയിലാണ് പഠിച്ചതെന്ന് ചോദിച്ചില്ല, കാരണം അവൻ ക്രിസ്ത്യാനിയാണ്. പക്ഷെ മുസ്ലിമിനോട് ചോദിക്കുന്നത് എന്താ? തീവ്രവാദവും മുസ്ലിം തമ്മിൽ ബന്ധമുണ്ടെന്ന് പോലീസുകാർക്ക് അറിയാം. അത് ഇന്ത്യയിലെ പോലീസുകാർ ചിലപ്പോൾ നിങ്ങളോട് നേരിട്ട് പറയില്ല, പക്ഷെ അവർ ചോദിക്കുമ്പോൾ അത് ചോദിക്കും. കാരണം പല രീതിയിലും ഇങ്ങനെ റിക്രൂട്ട് ചെയ്യുന്ന ആളുകൾ ഈ മുസ്ലിങ്ങളെയാണ് റിക്രൂട്ട് ചെയ്യുന്നത്. ഏതെങ്കിലും ക്രിസ്ത്യാനി ഹിന്ദുവിനെയും തീവ്രവാദ സംഘടനകൾ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും? ഇല്ല. ഇവിടെ റിക്രൂട്ട് ചെയ്യുന്നതൊക്കെ മുസ്ലിങ്ങളെയാണ്. അപ്പോൾ അവർ ചോദിക്കുന്നത് അവരുടെ ആ ഒരു എന്താ പറയുക ജോലിക്കിടെ അവർ നേരിട്ടിട്ടുള്ള അനുഭവങ്ങളും അവർക്ക് ഉള്ള ആ പ്രസിഡൻസ് ആണ്. അവർ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അവരുദ്ദേശിക്കുന്നത് അവരുടെ തെളിവ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇയാളെ പ്രിവെന്റീവ് കസ്റ്റഡിയിൽ വെക്കാൻ ഒരു കാരണമുണ്ടല്ലോ. ഈ കളി കാണാൻ പോയ ആൾ എന്തിനാണ് കഫിയ ധരിച്ചത്? അവിടെ എന്തോ സിംബോളിക് ആയിട്ട് കാണിക്കാൻ പോയതാണ്. കളി കാണാൻ പോയ ആൾ കളി കണ്ടിട്ട് വന്നാൽ പോരെ? ഇവൻ തന്നെ പറയുന്നത് ഞങ്ങളൊക്കെ എവിടെ നിന്നാണ് ഇത്രയും പല സ്ഥലങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ഇവിടെ ആളെത്തിയെന്ന്. അപ്പോൾ നിങ്ങൾ അങ്ങനെ എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ കളി കണ്ട് പോന്നാൽ പോരെ? അവിടെ വേറെ കുറേ ആൾക്കാർ വന്നല്ലോ. അപ്പം നിങ്ങളിൽ നിന്ന് ഒരു വ്യത്യസ്തത കണ്ടപ്പോൾ പോലീസുകാർ അവരുടെ എന്താ പറയുക അവരുടെ ലക്ഷ്യം അവിടെ ഓരോ സമാധാന പ്രശ്നങ്ങൾ സമാധാനം വിത്തിൻ ഇൻവെർട്ടർക്കോ അത് ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അവർ കഫിയ കണ്ടപ്പോൾ അവർ പേടിച്ചാണ്. ഇപ്പം ഈ കഫീൻ്റെ ഒരു കാര്യം പറയുമ്പോൾ ചില ആൾക്കാർ കഫിയ മുഖത്തൂടെയാണ് ഇടുന്നത്. ആരാണ് അതിൻ്റെ അകത്തുനിന്നുള്ളത് പോലും അറിയില്ല. അപ്പോൾ ഇവരെങ്ങനെ ഇട്ടിരുന്നിരുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഈ കഫിയ ധരിച്ച് പോകുന്നത് ഒരു റിസ്ക് ആണെന്ന് പോലീസ് കരുതുന്നു. അത് ഈ പലസ്തീനുമായി ബന്ധപ്പെട്ടുള്ളതൊക്കെ പല പ്രകടനങ്ങളും അക്രമാസക്തവും തീവ്രവാദപരവും ഒക്കെയാണ് എന്നുള്ള ഒരു പൊതുവായിട്ടുള്ളൊരു ധാരണയുണ്ട്. അതുകൊണ്ടാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം വീണ്ടും ഊന്നി പറയാണ്. മുസ്ലിം ആയതുകൊണ്ടാണ് മോനെ എന്നോട് അത് ചോദിച്ചത്. ഹിന്ദു ക്രിസ്ത്യാനി ആയിരുന്നെങ്കിൽ ഈ ചോദ്യങ്ങൾ ചോദിക്കില്ല, വേറെ വല്ല ചോദ്യങ്ങൾ ചോദിക്കും. വേറെ അതുമായി ബന്ധപ്പെട്ട വേറെ കാര്യങ്ങളെ ചോദിക്കുള്ളൂ. എന്തിനാണ് മദ്രസയിൽ പഠിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് മതപരമായിട്ട് കൂടുതൽ തീക്ഷ്ണതയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് നീ മുസ്ലിം ആയതുകൊണ്ട് മാത്രമാണ്. അതിന് പോലീസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നത്തെ ഇന്ത്യ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് മുസ്ലിം തീവ്രവാദം. അത് വേറെ ഒരു തീവ്രവാദമല്ല, മുസ്ലിം തീവ്രവാദം. ഇനി മാവോയിസം ഉണ്ട്,
പിന്നെ വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ അവിടുത്തെ വർഗപരമായിട്ടുള്ള തീവ്രവാദമുണ്ട്. അതിൽ മതപരമായിട്ട് ഏറ്റവും വലിയ തീവ്രവാദം ക്രിസ്ത്യൻ തീവ്രവാദമോ ഹിന്ദു തീവ്രവാദമോ ഒന്നുമല്ല, മുസ്ലിം തീവ്രവാദമാണ്. അതുകൊണ്ടാണ് മുസ്ലിമായ നിന്നോട് നീ മുസ്ലിമാണോ, നീ മദ്രസയിൽ പോയിട്ടുണ്ടോ, നീ മതം പഠിച്ചിട്ടുണ്ടോ എന്നൊക്കെ നിന്നോട് ചോദിച്ചില്ലെങ്കിൽ നിന്റെ അമ്മയോട് ചോദിക്കും. അപ്പോൾ മുസ്ലിം ആയതുകൊണ്ട് മാത്രമാണ് നിന്നോട് ഈ ചോദ്യങ്ങൾ ചോദിച്ചതെന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ. ഒരു കാര്യം, ഇപ്പോൾ ഈ ട്രെയിന് വന്ദേ ഭാരതിന് കല്ലെറിഞ്ഞ ആ പയ്യനെ പിടിച്ചു, മറ്റേ കാസർഗോഡ് വെച്ചിട്ടാണെന്ന് തോന്നുന്നു പിടിച്ചത്, ഒരു ക്രിസ്ത്യൻ പയ്യനാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവനെ ചോദ്യം ചെയ്തിട്ട് അതിൻ്റെ റിപ്പോർട്ട് പോലീസുകാർ പറയുന്നുണ്ട്. അതേപോലെ തന്നെ കണ്ണൂർ മറ്റേ എക്സിക്യൂട്ടീവിൽ മറ്റേ പെട്രോൾ ഒഴിച്ച് കത്തിച്ച ആ സാധനം, അതിനകത്തും ആ സൈഫി, ഷാറൂഖ് സൈഫി എന്ന് പറയുന്ന പയ്യനെ പിടിച്ച ആ പോലീസുകാരും അതിൻ്റെ റിപ്പോർട്ട് പുറത്ത് പറയുന്നുണ്ട്. നമ്മളത് തമ്മിൽ കമ്പയർ ചെയ്യുക. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്ന സമയത്ത് മുസ്ലിങ്ങളെ സംശയിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇതന്നെയാണ് അതിൻ്റെ ഉത്തരം. ഈ പയ്യനെ വിളിച്ച് ചോദിക്കും, അവർ തിരിച്ചും മറിച്ചൊക്കെ ചോദിച്ചു. ഇവൻ പറയണ കാരണം എന്താണ്, ഇവൻ ഭയങ്കര ശാസ്ത്ര കുതുകിയായതുകൊണ്ട് റെയിൽ പാളത്തിൽ കല്ല് പെറുക്കി വെച്ച് കഴിയുമ്പോൾ ട്രെയിൻ അതിലൂടെ ഓടിക്കഴിയുമ്പോൾ എന്താണ് ഉണ്ടാവുക എന്ന ജിജ്ഞാസ, അത് മൂത്തിട്ട് അവൻ ചെയ്തൊരു പരീക്ഷണമാണെന്നാണ് പോലീസുകാർ പറയുന്നത്. അവർ പല രീതിയിൽ ചോദിക്കും. പിന്നെ നമുക്കറിയാലോ പോലീസുകാരുടെ രീതി എങ്ങനെയാണെന്ന് നിങ്ങൾക്കും അറിയാം. അവർ ചോദിച്ചാൽ അവർക്ക് അതിനകത്ത് കൺവിൻസ്ഡ് ആവുകയാണ്. അവർ പിന്നിലൊരു ഗൂഢാലോചനയോ ഒരു മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും ഒരു ബാക്കപ്പ് പ്ലാനോ ഒന്നും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ അവിടുന്ന് അവനെ കസ്റ്റഡിയിൽ വിടും, അങ്ങനെ എന്താണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് അതിൽ കാണുന്നത്. അതുകൂടാതെ വേറൊരുത്തനെ അവിടെ കല്ലെറിഞ്ഞിട്ട് പിടിച്ചിട്ടുണ്ട്, അത് വേറെ വിഷയം. ഏതായാലും നമ്മളെ കേരളത്തിൽ നിന്ന് പിടിച്ച ഈ പയ്യൻ, അവൻ ഇത് ചെയ്തത് ഈ ശാസ്ത്രം അറിയാൻ വേണ്ടി, ഇതെന്താണ് സംഭവിക്കാമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അവന് അറിഞ്ഞു, അതാണ് അവിടെ കണ്ടത്. ഇനി ഈ ട്രെയിനിൽ കത്തിച്ചവൻ്റെ ശാസ്ത്രം എന്താണ് അവൻ്റെ പിന്നിൽ, അവൻ അത് ചെയ്തത് അവൻ ജാക്കിർ നായിക്കിൻ്റെ പ്രസംഗം കണ്ടിട്ടാണ് ഇത് ചെയ്തതെന്ന് അവൻ പറയാണ്. അപ്പോൾ പിന്നെ നിങ്ങൾ പറയും, ഇവിടെ ഒരു മുസ്ലിമിനെ പിടിച്ചു കഴിയുമ്പോഴും ഒരു മുസ്ലിം അല്ലാത്തവനെ പിടിച്ചു കഴിയുമ്പോഴും ആ മതത്തിലേക്ക് അത് കണക്ട് ചെയ്യുന്നതിന് ആരാണ് ഉത്തരവാദി? നിങ്ങൾ പറയാം. ഇത് ചെയ്ത വ്യക്തികൾ അവരതിനുള്ള മോട്ടിവേഷൻ എവിടുന്ന്, അതിൻ്റെ കാരണം എന്ത് എന്നൊക്കെ അന്വേഷിച്ച് പോകുമ്പോൾ ചിലത് മതത്തിലേക്ക് എത്തുന്നു, ചിലത് വ്യക്തിവൈരാഗ്യത്തിലേക്ക് പോകുന്നു, ചിലത് ഈ പറയുന്ന ശാസ്ത്രം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു, ചിലത് ഹെയ്റ്റ് ക്രൈം ആ ലെവലിലേക്ക് പോകുന്നു. ഇതെല്ലാം വേറെ വേറെയാണ്. നമ്മളിവിടെ എടുക്കുന്നത് മതം പ്രേരിതമായിട്ട് വരുന്ന ക്രൈമുകൾ എടുത്തു കഴിയുമ്പോൾ അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരേ ഒരു മതമായിട്ട് പലപ്പോഴും നിൽക്കുന്നത് അത് ഇസ്ലാമാണ്. അവിടെ അത് പറയേണ്ടി വരും. ആ പറയുന്ന സമയത്ത് വന്നിട്ട് ഇത് മുസ്ലിം വിരുദ്ധതയാണ് എന്ന് പറഞ്ഞ് നിലവിളിക്കാൻ നിന്നാൽ നമ്മളത് മൈൻഡ് ചെയ്യില്ലാന്നേ നമുക്ക് പറയാനുള്ളൂ. നമ്മൾ പറയാനുള്ളത് പറയും. നിങ്ങൾ മുസ്ലിം വിരുദ്ധനാക്കുന്നു, അല്ലെങ്കിൽ ഒളിച്ചു കിടത്തും. നമ്മൾ ഒളിച്ചൊന്നുമല്ല കിടത്തുന്നത്, നമ്മളുള്ള കാര്യം തുറന്ന് തന്നെ പറയണത്. ഇതിൽ ഒളിച്ചു കിടത്തലൊന്നുമില്ല. മുസ്ലിങ്ങളെ ഇപ്പം കൈപ്പള്ളി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, മുസ്ലിംസ് മേ ബി ലവ്ലി എന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. കണ്ടിരുന്നോ? പറ്റുമെങ്കിൽ ആ വീഡിയോ ഒന്നും എല്ലാവരും കാണുന്നതല്ല. മേ ബി ആണ്, ആവാതിരിക്കാം. അത് തന്നെയാണ് നമ്മളും പറയുന്നത്. അപ്പോൾ ആ ഒരു സാധ്യത, ഇതൊരു പ്രൊഫൈലിംഗ് ബയസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതൊരു ആളുകളെ നമ്മൾ പ്രൊഫൈൽ ചെയ്യുന്ന സമയത്ത്, അതായത് ഇപ്പോൾ കുറ്റകൃത്യത്തിൻ്റെ പേരിലൊക്കെ പിടിക്കപ്പെട്ട് അവരെ നമ്മൾ ഇതുപോലെ അതിൻ്റെ കാരണം തേടാനോ അതല്ലെങ്കിൽ ഇതാരാണ് അതിൻ്റെ പിന്നിലെന്നൊക്കെ കണ്ടെത്താനൊക്കെ ശ്രമിക്കുന്ന സമയത്ത് ഒരു മീശമാധവൻ സിൻഡ്രോം അവിടെ വരും, അല്ലെങ്കിൽ ഒരു മീശമാധവൻ എഫക്റ്റ് അവിടെ വരും. അതായത് ചേക്കിൽ കളവ് സ്ഥിരമായിട്ട് ആരാണോ നടത്തുന്നത്, അങ്ങനെ നടത്തുന്ന ഒരാൾ സ്ഥിരമായിട്ട് പിടിക്കുന്നത് എല്ലാവർക്കും അറിയുന്ന ഒരു ഘട്ടം ഉണ്ടെങ്കിൽ അവിടെ മറ്റൊരു കളവ് നടന്നു കഴിയുമ്പോൾ ആദ്യം സംശയം പോവുക ആരുടെ നേർക്കാണ്? അത് മീശമാധവൻ്റെ നേർക്കാ പോവുക. ആ സമയത്ത് മുസ്ലിമോ ഫോബിയ, മീശമാധവനോ ഫോബിയ എന്ന് പറഞ്ഞിട്ട് നിലവിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. അത് മീശമാധവൻ വിചാരിക്കണം, ഇനി അടുത്ത കളവ് നടക്കുമ്പോൾ എന്നെ സംശയിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ കളവ് കുറയ്ക്കണം എന്ന് മീശമാധവൻ തീരുമാനിക്കണം. പക്ഷേ ഇതിൽ വേറെ ഒരു തമാശ ഉണ്ട്. ഒരു ചേക്കിലൊരു കളവ് നടന്നു കഴിഞ്ഞാൽ അത് മീശമാധവൻ അറിഞ്ഞു എന്ന് വിചാരിക്കുക. മീശമാധവൻ ഒരിക്കലും പറയില്ല, ഈശ്വര ഇത് ഞാനായിരിക്കരുത് എന്നൊരിക്കലും മീശമാധവൻ പ്രാർത്ഥിക്കാറില്ല. അതേസമയം ഇവിടെ ഒരു ബോംബ് പൊട്ടിയാൽ, അല്ലെങ്കിൽ ട്രെയിൻ ഒരു കല്ലേറ് നടന്നു കഴിഞ്ഞാൽ, ഈശ്വര അള്ളാഹുവേ ഇത് ഞമ്മളിൽപ്പെട്ടവനാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നത് ആരാണ്? മുസ്ലിങ്ങൾ തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഈ പ്രൊഫൈലിംഗ് ബയാസ് പോലീസുകാർക്ക് മാത്രമല്ല, അത് മുസ്ലിങ്ങൾക്കും ഉണ്ട്. ഇതാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഞാനത് പറയുന്നത് നമ്മളൊരു മുസ്ലിമായിട്ടിരുന്ന ജീവിച്ചിരുന്ന സമയത്ത് നിങ്ങൾ സ്വയം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസികൾ സ്വയം ചോദിക്കുക, നിങ്ങളുടെ മനസ്സിലൂടെ ആ ചിന്ത വന്നിട്ടില്ലേ എന്ന് നിങ്ങൾ ചോദിക്കുക. അതായത് ഒരു ബോംബ് സ്ഫോടനം ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഒരു കത്തിക്കുത്തുണ്ടാവുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു അക്രമം ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന എന്തായിരിക്കും? ഇത് മുസ്ലിങ്ങളാകരുതേ എന്നൊരു ചിന്ത നിങ്ങൾക്ക് വരുന്നുണ്ടോ ഇല്ലേ? അപ്പം നിങ്ങൾക്കത് വരാം, ബാക്കിയുള്ള ആൾക്കാർ അത് വരരുത് എന്ന് പറയുന്നത് എങ്ങനെ ശരിയാവുക? ഇതാണ് നമുക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾക്കത് വരുന്നത് പോലെ ഞങ്ങളാകരുതേ എന്ന് നിങ്ങൾക്ക് വരുന്നത് പോലെ തന്നെ ഇത് അവരാകാൻ സാധ്യതയുണ്ട് എന്ന് തോന്നാനുള്ള അവകാശം അവർക്കുണ്ട്.
അപ്പോൾ ആ സംഗതി തോന്നാനുള്ള സാധ്യത കുറച്ചുകൊണ്ട് വരിക. ഇതാണ് നമ്മൾ എടുക്കുന്ന പണി എന്ന് പറയുന്നത്. ഇതിനാണ് നമ്മൾ മെനക്കെടേണ്ടതെന്ന് പറയുന്നത്. അത് എളുപ്പമാണോ? അല്ല. എളുപ്പമല്ലാതെ ആക്കുന്നത് എന്തുകൊണ്ടാണ്? അത് പ്രധാനമായിട്ടും ഇതിനെ വിമർശിക്കാനെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ അതിനെക്കുറിച്ച് മിണ്ടരുത് എന്ന് പറയുന്ന കുറേ ആളുകൾ കൂടി വരുമ്പോഴാണ്, വോക്കുകൾ കൂടി രംഗത്തേക്ക് വരുമ്പോഴാണ് ഇത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുന്നത്. അതുകൊണ്ട് നമ്മൾ പറയുന്നത്, നിങ്ങളെ കൊണ്ട് ആവണ പണി നിങ്ങൾ എടുത്താൽ മതി, എടുത്താൽ പൊങ്ങാത്ത ഇതുപോലുള്ള പരിപാടിക്കൊന്നും നിങ്ങൾ നിൽക്കണ്ട എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. Dingahu Akbar, Dingahu Akbar, Dingahu Akbar, Dingahu Akbar. Ashhadu an la ilaha illa Dingah. Ashhadu an la ilaha illa Dingah. Ashhadu anna mitumu ya Rasulu Dingah. Ashhadu anna mitumu ya Rasulu Dingah. Hayya ala free thinking. Hayya ala free thinking. Hayya ala scientific temper. Hayya ala scientific temper. Dingahu Akbar, Dingahu Akbar. La ilaha illa Dingah. La ilaha illa Dingah.